നമ്മളിൽ ആർക്കാണ് പാട്ട് പാടാൻ ഇഷ്ടമല്ലാത്തത്? അറ്റ്ലീസ്റ്റ് പാട്ട് കേൾക്കാനെങ്കിലും ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ എല്ലാവരും. ചിലർക്ക് പാടാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് കേൾക്കാനാണ് ഇഷ്ടം. എന്നാൽ ഒരിക്കലെങ്കിലും പാട്ട് പാടി ഒന്ന് നോക്കണം, അല്ലെങ്കിൽ ദാസേട്ടനും ചിത്ര ചേച്ചിയും ജാനകിയമ്മയും എല്ലാം പാടിയ മനോഹരമായ ഗാനങ്ങൾ ഒരിക്കലെങ്കിലും സ്വന്തമായിട്ട് മൂളിപ്പാട്ട് പോലും പാടാത്ത ഒരാൾ പോലും നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടാവില്ല. അവർക്കായിട്ടുണ്ടാക്കിയൊരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനാണ് ആർക്കും പാടാം. വരദ ഉണ്ണിയേട്ടൻ ഒരു 9 വർഷം മുന്നേ തുടങ്ങിയ ഈ ചെറിയ പ്രസ്ഥാനം ഒരു 2 വർഷം മുമ്പ് ഒരു ബൂസ്റ്റ് എനർജി കിട്ടിയതോടുകൂടി കൂടുതൽ ഉന്മേഷത്തിലേക്ക് ഉയരുകയായിരുന്നു. ഇന്നിപ്പോൾ പാലക്കാട് മാത്രമല്ല, മലപ്പുറം, തൃശ്ശൂർ പോലുള്ള മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സംരംഭമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആർക്കും പാടാം. ജാതി മതഭേദ രാഷ്ട്രീയ ഭേദമന്യേ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന, പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന, എന്താ പറയുക, പ്രായം ഒരു വിഷയമേ അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും പാടാം. എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരു വലിയ പ്രചോദനമാണ്. കാരണം ചിലപ്പം നമ്മളെന്നും കരുതും നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രായത്തിന് ശേഷം നമുക്ക് സംഗീതം പഠിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സംഗീതം പഠിച്ചാൽ നന്നാവുമോ ഇല്ലയോ. അങ്ങനെയുള്ളവർക്കുള്ള എല്ലാത്തിനുള്ളൊരു ഉത്തരമാണ് ഈ ആർക്കും പാടാം കുടുംബം. ഇതിൽ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ 18 എന്ന് പറയുന്ന 80കാരുണ്ട് ഇതിൽ. കാരണം സംഗീതത്തിൽ അവരങ്ങനെയാണ് സ്വയം അവരെ കരുതി വെച്ച്. കുട്ടികളാണ് ഞങ്ങൾ സംഗീതത്തിൽ. പക്ഷേ ഇതൊരു മനോഹര തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇതിലൂടെ സംഗീതത്തിൻ്റെ ഈ ഒരു മഹാസാഗരത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പേരുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് കൂടുതൽ പ്രോഗ്രാംസ്, ചാനൽ ഇൻ്റർവ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിത്തുടങ്ങിയതിൽ വലിയ സന്തോഷമുണ്ട്. ഒരിക്കലും ഒന്ന് പാടാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇങ്ങോട്ട് വരണം ഒന്ന്. പിന്നെ എല്ലാം സൗജന്യമാണ് കേട്ടോ. നിങ്ങളുടെ ആഗ്രഹപൂർത്തി നിങ്ങൾക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ണിയേട്ടൻ്റെ ഈ ഒരു മനോഹര തീരത്തേക്ക് വരാൻ സമയം കണ്ടെത്തണം. നന്ദി, നമസ്കാരം.